Good morning, students. നമുക്ക് ഇന്ന് ചെയിൻ റൂളിലെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Z is equal to 3x square y cube, x is equal to t raised to 4, y is equal to t cube. Find dz by dt. നമുക്ക് dz by dt കണ്ടുപിടിക്കണം. അപ്പോൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ട്രീ വരയ്ക്കാം. ഇത് z is a function. Z containing two independent variables x and y. X in terms of t alone, y in terms of t alone. First we draw the tree. ഇങ്ങനെ ട്രീ വരച്ചതിന് ശേഷം ആ ട്രീയിൽ നോക്കിയിട്ടാണ് നമ്മൾ ഫോർമുല എഴുതുക. dz by dt is equal to, ഇവിടെ നോക്കിയേ, z containing two independent variable x and y. അതുകൊണ്ട് നമ്മൾ z-നെ നമ്മൾ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡോ z by ഡോ x. കണ്ട, ഡോ z by ഡോ x. എന്തുകൊണ്ടാണ് ഡോ എടുക്കാൻ കാരണം, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ കാരണം എന്താണ്? Z containing two independent variable x and y. Therefore, into ഇവിടെ x ൽ നമുക്ക് ഒരു വേരിയബിൾ ഉള്ളൂ, x containing only one variable. Therefore, ഇവിടെ എന്ത് കൊടുത്തു നമ്മൾ dx by dt plus. ഇനി അടുത്ത് നോക്കാം, ഇവിടെ z y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ z containing two independent variable. Therefore, dou z by dou y into dy by dt. അപ്പോൾ ഇവിടെ നമ്മൾ y യുടെ കേസിൽ നമ്മൾ dy എടുക്കുന്നു, z-ന്റെ കേസിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുന്നു. കാരണം എന്താണ്? z containing two independent variable x and t, പക്ഷേ x containing only one variable t, y containing only one variable t. അപ്പോൾ ഈ ട്രീ നോക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഫോർമുല എഴുതാനായിട്ട്. ഇപ്പോൾ ട്രീ നോക്കുമ്പോൾ ഫോർമുല എഴുതാൻ വളരെ ഈസിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡോ എടുത്തത്, എന്തുകൊണ്ടാണ് ഡി എടുത്തത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ വാല്യൂസ് ഡോ z by ഡോ x, z is equal to 3x square y cube-നെ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3y cube ആരാണ്? കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ എന്താണ്? 2x ഇൻറ്റു dx by dt. ഈ x-നെ നമ്മൾ t വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4t ക്യൂബ് പ്ലസ് ഡോ z by ഡോ y. ഈ ഫംഗ്ഷനെ നമ്മൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ 3x സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. 3x സ്ക്വയർ ഇൻറ്റു y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3y സ്ക്വയർ ഇൻറ്റു dy by dt എന്താണ്? 3t സ്ക്വയർ. But differentiation part is over. Partially differentiation എടുത്തു, dz by dt ഒക്കെ എടുത്തു. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യണം, ഈ എക്സിന്റെയും വൈയുടെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫൈനൽ ആൻസറിൽ നമുക്ക് എന്താ വരാൻ പാടുള്ളൂ? ടി മാത്രമേ വരാൻ പാടുള്ളൂ. ഫൈനൽ ആൻസറിൽ കണ്ടെയ്നിങ് ഓൺലി ടി മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 3 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് എന്താ കൊടുക്കണ്ടേ? വൈയുടെ സ്ഥാനത്ത് ടി ക്യൂബ്. അപ്പോ ടി ക്യൂബ് ഹോൾ ക്യൂബ് ഇൻറ്റു 2 ഇൻറ്റു എക്സ് എന്താണ്? ടി റേസ് ടു 4 ഇൻറ്റു 4t ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കണ്ടേ? ടി റേസ് ടു 4 ഹോൾ സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് എന്താ കൊടുക്കണ്ടേ? ടി ക്യൂബ് ഹോൾ സ്ക്വയർ ഇൻറ്റു 3t സ്ക്വയർ. അപ്പൊ കംപ്ലീറ്റ് ടിയിലേക്ക് വന്നു. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. ഇവിടെ 3 ഇൻറ്റു ടി ക്യൂബ് ഹോൾ ക്യൂബ് എന്ന് എത്രയാ? ടി റേസ് ടു 9 ഇൻറ്റു 2 ടി റേസ് ടു 4 ഇൻറ്റു 4t ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ടി റേസ് ടു 8 ഇൻറ്റു 3 ഇൻറ്റു ടി റേസ് ടു 6 ഇൻറ്റു 3 ഇൻറ്റു ടി സ്ക്വയർ. ദാറ്റ് ഈസ് 3 2 6 4 24 9 4 13 3 16 24 ടി റേസ് ടു 16 പ്ലസ് 9 9 3 27 8 14 16 ടി റേസ് 16. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 51 ടി റേസ് ടു 16. ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 51 ടി റേസ് ടു 16 കിട്ടും. അപ്പൊ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെ ഒരു ചെറിയ ട്രീ വരച്ചിട്ട് വേണം, ആ ട്രീയിൽ നിന്ന് വേണം നമ്മൾ ആ ഫോർമുല എടുക്കാനായിട്ട്. കണ്ടോ? അപ്പൊ z containing two independent variable x and y. z-ൽ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത് ഡോ z by ഡോ x എടുത്തത്. x-ൽ ഒരു വേരിയബിൾ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ dx by dt എടുത്തു. അങ്ങനെ നമ്മൾ ഈ ഫോർമുല എഴുതിയതിന് ശേഷം വേണം നമ്മുടെ ഡെറിവേറ്റീവ്സ് കൊടുക്കാനായിട്ട്. ഡെറിവേറ്റീവ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെല്ലാം ടിയിലോട്ട് കൺവെർട്ട് ചെയ്യണം. ഫൈനൽ ആൻസർ ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് ടി. അവസാനത്തെ ആൻസർ ടിയിലായിരിക്കണം കിട്ടേണ്ടത്. അപ്പൊ അവസാനത്തെ ആൻസർ നമുക്ക് ടിയിലേക്ക് കിട്ടി. വേണമെങ്കിൽ നമുക്ക് അവസാനം സിംപ്ലിഫൈ ചെയ്ത് ഈ ഫോർമുല എഴുതാം. അവസാനം കിട്ടിയ ആൻസർ എത്രയാണ്? 51 ടി റേസ് ടു 16. അപ്പൊ ഇത് എഴുതിയെടുത്തോളൂ, ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ.